ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 12-ാം അധ്യായത്തിൻ്റെ ഒരു ചുരുക്ക വിവരണത്തോടുകൂടി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ അധ്യായം മുഴുവനും വായിച്ച് ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ വളരെ ലെന്തി ആകുമെന്നുകൊണ്ട് അങ്ങനെ നമുക്ക് ചുരുക്ക വിവരണം നൽകി ചോദ്യോത്തരങ്ങൾ നോക്കാം. എഫ്രൈംകാർ ജെഫ്തയ്ക്കെതിരെ യുദ്ധത്തിന് സഫോണിലേക്ക് ചെന്നു. അവർ ജെഫ്തയോട് പറഞ്ഞു, അമ്മോന്യർക്കെതിരെ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതുകൊണ്ട് നിന്നെയും നിൻ്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. എഫ്രൈംകാർ അങ്ങനെ പറയാൻ കാരണം ജോർദാൻ എഫ്രൈമിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ജെഫ്ത തൻ്റെ ഗോത്രക്കാരായ ഗിലാദുകാരെ വിളിച്ചുകൂട്ടി എഫ്രൈമിനെതിരെ യുദ്ധം ചെയ്തു. ജോർദാൻ്റെ കടവ് പിടിച്ചെടുത്തു. എഫ്രൈമും മാനസയും പറഞ്ഞു, ഗിലെയാദുകാർ ഞങ്ങളുടെ ഇടയിൽ വെറും അഭയാർത്ഥികളാണ്. അതുകൊണ്ട് ഗിലെയാദുകാർ അവരെ അഭയാർത്ഥികളാക്കി. ഇത് ഒരു ആഭ്യന്തര യുദ്ധമാണ്. ഇസ്രായേലിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഗിലെയാദുകാർ ജോർദാൻ്റെ കടവ് പിടിച്ചെടുത്ത് അതിനുശേഷം ആരെങ്കിലും അക്കരയ്ക്ക് പോകാൻ ചെന്നാൽ ഗിലെയാദുകാർ ചോദിക്കും, നീ ഒരു എഫ്രൈംകാരനാണോ? അല്ല എന്ന് പറഞ്ഞാൽ ഷിബോലാത്ത് എന്ന് പറയാൻ ആവശ്യപ്പെടും. തെറ്റായി സിബോലാത്ത് എന്ന് പറഞ്ഞാൽ അവനെ ജോർദാൻ്റെ കടവിൽ വെച്ച് കൊല്ലും. ആ നാളുകളിൽ 42,000 എഫ്രൈംകാരാണ് വധിക്കപ്പെട്ടത്. നാവ് തീയാണ്. നാവിൻ്റെ ഉപയോഗം ജീവനും മരണവുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും യാക്കോസ്യരുടെ ലേഖനത്തിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ജെഫ്ത 6 വർഷം ഇസ്രായേൽ ന്യായപാലനം നടത്തി. അതിനുശേഷം ഇബ്സാൻ 7 വർഷവും ഏലോൺ 10 വർഷവും അബ്ദോൻ 7 വർഷവും ന്യായപാലനം നടത്തി. 12-ാം അധ്യായത്തിൽ 4 ന്യായാധിപന്മാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. എഫ്രൈംകാർ യുദ്ധത്തിനൊരുങ്ങി. അവർ എവിടെ ചെന്നാണ് ജെഫ്തയെ കണ്ടത്? സഫോണിൽ. 2. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതുകൊണ്ട് എന്തു ചെയ്യും എന്നാണ് എഫ്രൈംകാർ ജെഫ്തയോട് പറഞ്ഞത്? ജെഫ്തയെയും ഭവനത്തെയും അഗ്നിക്കിരയാക്കും. വാക്യം 12:1. 3. എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്തു. അപ്പോൾ ആര് അവരെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു എന്നാണ് ജെഫ്ത പറഞ്ഞത്? കർത്താവ്. വാക്യം 12:2. ചോദ്യം 4. ജെഫ്ത ഗിലെയാദുകാരെ ഒരുമിച്ച് കൂട്ടി ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? എഫ്രൈമിന്. വാക്യം 12:4. 5. ഗിലെയാദുകാർ എഫ്രൈമിൻ്റെയും മാനസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ് എന്ന് ആരാണ് പറഞ്ഞത്? എഫ്രൈംകാർ. വാക്യം 12:4. 6. എഫ്രൈംകാർക്ക് എതിർത്ത് ഗിലാദുകാർ ഏത് കടവാണ് പിടിച്ചെടുത്തത്? ജോർദാൻ്റെ കടവുകൾ. വാക്യം 12:5. 7. എഫ്രൈമിൽ നിന്നും ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അവനോട് ഏത് വാക്ക് ഉച്ചരിക്കാനാണ് ഗിലെയാദുകാർ ആവശ്യപ്പെട്ടത്? ഷിബ് ബോലാത്ത്. 12. വാക്യം 12:6. 8. ഷിബ് ബോലാത്ത് ശരിയായി ഉച്ചരിക്കാതെ സിബ് ബോലാത്ത് എന്ന് പറഞ്ഞാൽ അവനെ ഗിലെയാദുകാർ എന്തു ചെയ്യും? ജോർദാൻ്റെ കടവിൽ വെച്ച് കൊല്ലും. വാക്യം 12:6. 9. സിബ് ബോലാത്ത് എന്ന് തെറ്റായി ഉച്ചരിച്ചതിൻ്റെ പേരിൽ എത്ര പേരെയാണ് ഗിലെയാദുകാർ വധിച്ചത്? 42,000 എഫ്രൈംകാരെ. 10. ഇസ്രായേലിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ ഗോത്രങ്ങൾ? ഗിലെയാദും എഫ്രൈമും. 11. ജെഫ്ത എത്ര വർഷം ന്യായപാലനം നടത്തി? 6 വർഷം. വാക്യം 12:7.
ചോദ്യം 12. ജെപ്തയെ എവിടെയാണ് അടക്കിയത്? ഹിലയാദിൽ. വാക്യം 12:7. 13. ജെപ്തയ്ക്ക് ശേഷം ആരാണ് ന്യായപാലനം നടത്തിയത്? ഇബ്സാൻ. വാക്യം 12:8. 14. ഇബ്സാൻ ഏത് ദേശക്കാരനാണ്? ബെത്ലഹേം. വാക്യം 12:8. 15. ഇബ്സാന് എത്ര പുത്രീപുത്രന്മാർ ഉണ്ടായിരുന്നു? 30 പുത്രന്മാരും 30 പുത്രിമാരും. 16. ഇബ്സാൻ്റെ പുത്രീപുത്രന്മാർ വിവാഹം കഴിച്ചത് എവിടെ നിന്നും? സ്വന്തം കുലത്തിന് വെളിയിൽ നിന്നും. 17. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിന് ന്യായപാലനം നടത്തി? 7 വർഷം. 18. ഇബ്സാനെ അടക്കിയത് എവിടെയാണ്? ബേത്ലഹേമിൽ. വാക്യം 12:10. 19. ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ സെബുലൂൺകാരൻ ആരാണ്? ഏലോൺ. വാക്യം 12:11. 20. ഏലോൺ എത്ര വർഷം ന്യായപാലനം നടത്തി? 10 വർഷം. വാക്യം 12:11. 21. ഏലോണിനെ അടക്കിയത് എവിടെയാണ്? അയ്യോളിൽ. വാക്യം 12:12. ചോദ്യം 22. ഫിറദോന്യനായ ഹില്ലോലിൻ്റെ മകൻ ആരാണ്? അബ്ദോൻ. വാക്യം 12:13. 23. അബ്ദോൻ എത്ര വർഷം ഇസ്രായേലിന് ന്യായപാലനം നടത്തി? 8 വർഷം. വാക്യം 12:14. 24. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 40. വാക്യം 12:14. 25. എത്ര പൗത്രന്മാരുണ്ടായിരുന്നു അബ്ദോന്? 30. വാക്യം 12:14. 26. അവർക്ക് സഞ്ചരിക്കാൻ എത്ര കഴുതകളുണ്ടായിരുന്നു? 70. വാക്യം 12:14. ഒറ്റ വാക്യത്തിൽ കൂടിയാണ് അബ്ദോന് പുത്രന്മാരെക്കുറിച്ചും പൗത്രന്മാരെക്കുറിച്ചും അവർ സഞ്ചരിച്ചിരുന്ന കഴുതകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം പറയാൻ കാരണം വചനഭാഗം വായിക്കാതെ കേൾക്കുന്നവർ ഓർക്കും ഒറ്റ വാക്യത്തിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നത് എങ്ങനെയെന്ന്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നതാണ്. 27. അമലേക്യരുടെ മലനാട്ടിൽ എഫ്രീം ദേശത്ത് സംസ്കരിച്ചത് ഏത് ന്യായാധിപനെ? അബ്ദോനെ. വാക്യം 12:15. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്? 4. വചനഭാഗം ശ്രവിച്ചതിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ്.